ഓം ശാന്തി. പവർ ഓഫ് വിഷ്വലൈസേഷൻ, ഉൾക്കാഴ്ചയുടെ ശക്തി. നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വിഭിന്നനാകുന്നത് അവന്റെ ഉൾക്കാഴ്ചയുടെ ശക്തി കൊണ്ടാണ്. അന്ധനായൊരു വ്യക്തി ഒരിക്കൽ തന്റെ ഗുരുവിനോട് ചോദിച്ചു, കാഴ്ചയില്ലായ്മയേക്കാൾ ഭീകരമായ എന്തെങ്കിലും ഒരു ദുഃഖം ഈ ലോകത്തിലുണ്ടോ ഗുരു? ഗുരു പറഞ്ഞു, ഉണ്ട് കുഞ്ഞെ, അതാണ് ഉൾക്കാഴ്ചയില്ലായ്മ. കാഴ്ചയില്ലായ്മയേക്കാൾ ഭീകരമാണ് ആ അവസ്ഥ. ഉൾക്കാഴ്ച അഥവാ വിഷ്വലൈസേഷൻ പവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു താക്കോലാണ്. ഈ താക്കോലിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് ചിന്തിക്കണം. കുറച്ചു കാലം മുൻപ് വരേക്കും നമ്മൾ ഓരോ മനുഷ്യരിലും ഈ വിഷ്വലൈസേഷൻ പവർ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇന്ന് റോബോട്ടുകളെ പോലെയായിരിക്കുന്നു മനുഷ്യർ. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആരോ ചാവി കൊടുത്തു വിട്ട പോലെ നമ്മൾ അങ്ങനെ ഒരു യാന്ത്രികമായ ഓട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യ സമൂഹത്തെ ഇത് ബാധിച്ചിരിക്കുന്നു. കുട്ടികളെല്ലാം യന്ത്രങ്ങളെ പോലെയായി. കുറച്ചു കാലം പിന്നിലേക്കൊന്ന് ചിന്തിക്കൂ, കുട്ടികളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. അവരുടെ വിഷ്വലൈസേഷൻ പവർ എങ്ങനെ വർദ്ധിച്ചിരുന്നു എന്ന്. അമ്മൂമ്മമാർ കുട്ടികളെ പിടിച്ച് മടിയിലിരുത്തും. എന്നിട്ട് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് അമ്മൂമ്മ പറയുന്ന കഥയിൽ ഇങ്ങനെ കൊമ്പ് വളഞ്ഞ് നീണ്ടൊരാനയുണ്ടായിരുന്നു ഒരു കാട്ടിൽ. അവിടെ ഒരു പടുകൂറ്റൻ സിംഹമുണ്ടായിരുന്നു. മാനുകൾക്കൊക്കെ ഈ സിംഹത്തെയും ആനയെയും പേടിയായിരുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഒരു സിനിമാ ഡയറക്ടേഴ്സായി മാറും. എന്തുകൊണ്ടെന്നാൽ അമ്മൂമ്മയുടെ തിരക്കഥ മാത്രമേ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. ചിത്രങ്ങളൊന്നുമില്ല. ചിത്രങ്ങൾ അവനവന്റെ മനസ്സിലുണ്ടാക്കേണ്ടി വരികയാണ്. അവൻ ഭയപ്പെടുന്നതും ആകാംക്ഷ ഉണ്ടാകുന്നതും അവന്റെ കണ്ണുകൾ വിടരുന്നതും ഒക്കെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് അവനിൽ ഭാവമാറ്റം ഉണ്ടാകുന്നത്? അവൻ വാക്കുകൾ കേൾക്കുകയായിരുന്നില്ല, അവൻ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അവന്റെ ഉൾക്കാഴ്ചയാകുന്ന സ്ക്രീനിൽ. അവന് ചെറുപ്പം മുതൽ ഈ കേൾക്കുന്ന കാര്യങ്ങളെ അകത്ത് ചിന്തിച്ച് ചിത്രീകരണം ചെയ്യാനുള്ള ശക്തി വർദ്ധിക്കുകയായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. ഇന്ന് അമ്മൂമ്മ കഥ പറയുന്നില്ല. കഥ പറയാനറിയുന്ന അമ്മൂമ്മമാരും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അമ്മൂമ്മയ്ക്കും സമയമില്ല, കുട്ടിക്കും സമയമില്ല. പിന്നെ കുട്ടിക്ക് കഥ പറയുന്നത് പോഗോ ചാനലും കാർട്ടൂൺ നെറ്റ്വർക്കുമാണ്. ചാനലുകളാണെങ്കിൽ കഥ പറയുകയല്ല, കാണിച്ചു കൊടുക്കുകയാണ് കഥ. അപ്പോൾ നീണ്ടു വളഞ്ഞ കൊമ്പുള്ള ആനയുണ്ടായിരുന്നു, പടുകൂറ്റൻ സിംഹമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടിക്കുണ്ടായിരുന്ന വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഇന്നില്ല. എന്തുകൊണ്ടെന്നാൽ നീണ്ടു വളഞ്ഞ കൊമ്പുള്ള ആനയെയും പടുകൂറ്റൻ സിംഹത്തെയും അവന്റെ മുന്നിൽ ചിത്രീകരിച്ച് റെഡിമെയ്ഡായി കൊടുക്കുകയാണ്. പിന്നെ അവന് പണിയില്ലല്ലോ. അപ്പൊ അവന്റെ ബുദ്ധിക്ക് എന്താ പണി? മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായ ഒരു പുരോഗമനമാണെന്ന് വിചാരിക്കാൻ ചിലപ്പോൾ കുട്ടികളെ എന്റർടൈൻ ചെയ്യാനും വളർത്താനുമുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ. എന്നാൽ നോക്കൂ, കുട്ടികളുടെ ബുദ്ധിയുടെ ശക്തി കുറയുകയല്ലേ ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കുക. മറ്റൊന്ന്, കുട്ടികൾ, ഞാനല്ല എൻ്റെ ചെറുപ്പകാലത്ത് തുമ്പിയെ പിടിക്കാനും പൂമ്പാറ്റയെ പിടിക്കാനും ഒക്കെ നടക്കുമായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. കാരണം കുറച്ചു ദൂരം നടന്നിട്ടും കുറച്ചു ദൂരം ബസ്സിലും ഒക്കെ വേണം പോകാൻ. അപ്പോൾ ഈ തുമ്പിയെ പിടിക്കുന്ന സമയത്ത് ശ്വാസം അടക്കി പിടിച്ച് വിരലുകൾ ചലിക്കാതെ ആ തുമ്പിയുടെ ആ സമാധി അവസ്ഥ എന്ന് പറയും, അത് ചിറകെല്ലാം താഴ്ത്തിയിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ ആ തുമ്പിയെ പോയി പതുക്കെ പിടിക്കാനുള്ള ഒരു മാനസികമായ സെറ്റപ്പ് അന്നത്തെ കുട്ടികളിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളൊന്ന് തുമ്പിയെ പിടിക്കാൻ നോക്കട്ടെ. ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ മോഡേൺ ലൈഫിൽ ജീവിക്കുന്ന കുട്ടികൾ, അവർക്കതിനുള്ള ഏകാഗ്രത അറിയില്ല. ആ തുമ്പിയേക്കാൾ ഏകാഗ്രത വേണം. കാരണം തുമ്പി ഏകാഗ്രതയിലാണ്. അതിന്റെ ഏകാഗ്രതയെ ഭേദിക്കുന്ന ഏകാഗ്രത കൊണ്ട് മാത്രമേ അതിനെ പിടിക്കാൻ പറ്റൂ. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. വിഷ്വലൈസേഷൻ പവർ കുറയുന്നുണ്ട്. വിഷ്വലൈസേഷൻ പവർ കൂടുന്ന തരത്തിലായിരുന്നു മുൻകാലത്തെ എല്ലാ കളികളും ചിട്ടപ്പെടുത്തിയിരുന്നത്, എല്ലാ പഠന രീതികളും ഉണ്ടായിരുന്നത്. അത് പരിഷ്കരിച്ച് യാന്ത്രികമായ പഠനങ്ങൾ, യാന്ത്രികമായ പുരോഗമനങ്ങളിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ മനസ്സിന്റെ അനന്തമായ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയാതെ പോയി. ഇതൊരു തീരാ നഷ്ടമാണ്. ഇതിലേക്കുള്ള തിരിച്ചുള്ള യാത്ര നമുക്ക് ചെയ്യണ്ടേ? നമ്മുടെ വിഷ്വലൈസേഷൻ പവർ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? വിഷ്വലൈസേഷൻ പവർ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. വിഷ്വലൈസേഷൻ പവറിലൂടെ ഉണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം.
നമുക്കൊരു രോഗം വന്നെന്നിരിക്കട്ടെ. ഈ രോഗം കുറച്ച് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണെന്നിരിക്കട്ടെ. നമ്മൾ ആ രോഗം ഇത് മാറുമോ? അല്ല, ഇത് ഇനിയിപ്പോൾ എന്നെയും കൊണ്ടേ ഈ രോഗം പോകൂ, ഈ രോഗം വ്യാപിച്ച് എൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിക്കുമോ? ഞാൻ കിടപ്പിലായി പോകുമോ? കിടപ്പിലായി പോയാൽ എന്നെ നോക്കാൻ ആളുകൾ വേണ്ടിവരുമോ? ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് ഞാനൊരു ചെറിയ രോഗത്തിനടിമയായപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും രോഗിയായി ബെഡിൽ കിടന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരെ ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തുണ്ടാക്കുകയാണ്. മനസ്സിലെ ചില ദൗർബല്യങ്ങളുടെ പരിണിത ഫലമാണ് അസുഖങ്ങൾ. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. സൈക്കോസുമാറ്റിക് ആണ് അസുഖങ്ങളെല്ലാം. മനസ്സിൽ നിന്നുണ്ടാകുന്ന ചില ചിന്തകളുടെ വൈകല്യത്താൽ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെയും മറ്റും അസന്തുലിതമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ രോഗങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയാണെങ്കിൽ ചിട്ടയില്ലാത്ത മനസ്സിന്റെ ഉടമകൾക്ക് വളരെ കുറവായിരിക്കും. ഒന്ന്. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടിയത്, മനസ്സിന്റെ ഉൽപ്പന്നമാണ് രോഗങ്ങൾ. മനസ്സ് വികലമാകുമ്പോൾ, മനസ്സിൽ മാലിന്യങ്ങൾ കൂടുമ്പോൾ അതിൽ നിന്നുത്ഭവിക്കുന്ന രോഗാണുക്കളായ മാനസിക വിഷമതകളിൽ നിന്നാണ് ശാരീരിക രോഗാണുക്കൾ ഒന്നുകിൽ വന്ന് കയറിക്കൂടുന്നത് അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിന് ബാധിച്ച ഒരു ചെറിയ അസുഖത്തെ വളർത്തി വലുതാക്കി നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളാത്ത തരത്തിൽ നമ്മളെ കിടപ്പിലാക്കുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ്. രണ്ടിനും വിഷ്വലൈസേഷൻ പവർ ഒരു കാരണഹേതുവാണ്. ഒരു മനുഷ്യന്റെ ജീവിതം നശിച്ചു പോകാൻ വിഷ്വലൈസേഷൻ പവറിനെ കൊണ്ട് സാധിക്കും. ഇതുപോലെ നേരാക്കാനും സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു നർത്തകിയുടെ ഒരു സംഭവ കഥയാണ്. ഞാൻ ഒരിക്കൽ TV-യിൽ കണ്ടതാണ്. ഒരു നർത്തകി ഉണ്ടായിരുന്നു. ഒരു തവണ ഒരു നൃത്ത പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു നെഞ്ഞുവേദന തോന്നി. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പുകൾ ചെയ്തപ്പോൾ അകത്ത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ആന്തരിക അവയവങ്ങൾ ഇവിടെയാണ്, ക്യാൻസറാണ്. ട്രീറ്റ്മെന്റ് തുടങ്ങി, കീമോതെറാപ്പി ചെയ്തു, തലമുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി, മുഖമെല്ലാം വികൃതമായി, ശരീരം വാർദ്ധക്യമായ ഒരവസ്ഥയിലെത്തി, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു, നർത്തന കലയെല്ലാം നിർത്തി, ഒരു റൂമിനകത്ത് തന്നെ ജീവിതം. അങ്ങനെ പെട്ടെന്ന് ജീവിതത്തിലൊരു ബെൻഡ് വന്നു, ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ കുറേ ദിവസം മരണത്തെയും കാത്തു കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, മരിക്കുന്ന ഉറപ്പായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ആ സഹോദരി ഒരു ദിവസം കണ്ണാടിയിൽ പോയി ഇങ്ങനെ നോക്കിയിട്ട് തൻ്റെ സൗന്ദര്യം പോയത്, മുടിയൊന്നും ഇല്ല, അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വയം ഒരു ഉൾക്കാഴ്ചയുണ്ടായി. അല്ല, ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ, ഞാനെന്തായാലും മരിക്കും, പിന്നെന്തുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിച്ചുകൂടാ? ഒരു ചിന്ത ഉണ്ടാവുകയാണ്. ഒരു ചിന്ത ജനിച്ചു, എനിക്ക് എന്തുകൊണ്ട് സന്തോഷത്തോടെ മരിച്ചുകൂടാ? എന്തായാലും മരിക്കുകയല്ലേ. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം നൃത്തം ചെയ്യുമ്പോഴല്ലേ, ഞാനെന്തുകൊണ്ട് നൃത്തം ചെയ്തുകൂടാ? ഈ രൂപത്തിൽ എന്തായാലും പുറത്തുപോയി നൃത്തം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ഈ മുറിക്കകത്തുണ്ട്, എന്തുകൊണ്ട് എനിക്ക് നൃത്തം ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുകയും ആ സഹോദരി അവിടെ നൃത്തം ആരംഭിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നർത്തനമാണ് മഹിഷാസുരമർദ്ദിനി. ആ രംഗമാണ് ഏറ്റവും ഇഷ്ടം. മഹിഷാസുരന്റെ ആ റോള് ഈ ക്യാൻസറിന് കൊടുത്തു. തന്റെ കാലിന്റെ അടിയിൽ കിടന്ന് പിടയ്ക്കുന്ന അസുരൻ ക്യാൻസർ എന്ന് പറയുന്ന ആ അസുരനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സ്വയം മഹിഷാസുരമർദ്ദിനിയായി അതിന്റെ മുകളിൽ നിന്ന് താണ്ഡവം ചെയ്യുന്ന തരത്തിലുള്ള നൃത്തച്ചുവടുകൾ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ തുടങ്ങി. വിത്തൗട്ട് എനി മേക്കപ്പ് ഓർ കോസ്റ്റ്യൂം, സാധാരണ വേഷത്തിൽ. എന്നാൽ കുറേ ദിവസം ഈ നൃത്തം ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്യാൻസറിനോടുള്ള ദേഷ്യം കാരണത്താലാണ് ആ ക്യാൻസറിനെ അസുരനായി കണ്ടുകൊണ്ട് അതിന്റെ മേലെ കിടന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചത്. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോൾ മാറ്റങ്ങൾ കാണുന്നു. മുഖത്തെല്ലാം എന്തൊക്കെയോ മാറ്റങ്ങൾ. പിന്നെയും തുടർന്നു ഇത്. കുറച്ചു ദിവസങ്ങൾക്കകം ഡോക്ടർ പറയാൻ തുടങ്ങി, നിങ്ങളുടെ രോഗത്തിലെന്തോ കാര്യമായ മാറ്റം കാണപ്പെടുന്നു, പുരോഗമനമുണ്ടല്ലോ, മെച്ചപ്പെടുന്നു, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പിടികിട്ടി. തന്റെ ഡാൻസ് ട്രീറ്റ്മെന്റായി മാറി തുടങ്ങി. തന്റെ മനസ്സ് ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ക്യാൻസറിനെ കാൽ കീഴിലിട്ട് ചവിട്ടി അമർത്തിയപ്പോൾ ക്യാൻസർ കീഴടങ്ങാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ രോഗത്തിന് റിക്കവറായി. ഇന്ന് വീണ്ടും ആ സഹോദരി വളരെ നല്ലൊരു നർത്തകിയായിട്ട് തുടരുകയാണ്. എല്ലാം മാറി, പഴയ പോലെയായി, സൗന്ദര്യം പോലും തിരിച്ചു കിട്ടി. ക്യാൻസർ വിട പറഞ്ഞു. വിഷ്വലൈസേഷൻ പവർ കൊണ്ട് പ്രത്യാശയിൽ നിന്നുണ്ടായ ഒരു ഉണർവ്, ആ ഉണർവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തി. ഇതേപോലെ തിരിച്ചും ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും ഞാൻ മരിക്കും, ഇനി എനിക്ക് കുറെ മദ്യപാനമൊക്കെ ചെയ്യാം, എന്തായാലും മരിക്കാൻ പോവല്ലേ,
ലോകത്ത് കിട്ടാവുന്ന നല്ലതും മോശവുമായ എല്ലാം എടുത്ത് ആസ്വദിച്ച് മതിയാക്കാം ഈ ജീവിതം. അങ്ങനെ ചിന്തിച്ചിട്ട് ആ വഴിക്ക് പോകുന്ന എത്ര പേരാണെന്നറിയോ? എന്നാൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്തായാലും മരിക്കും, എന്തുകൊണ്ട് സന്തോഷത്തോടെ മരിച്ചുകൂടാ എന്നൊരൊറ്റ ചോദ്യം തന്നോട് ചോദിച്ചപ്പോഴാണ് ജീവിതത്തിലെ മാറ്റമുണ്ടായത്. ജീവിതത്തിലൊരു ബെൻഡ് വന്നു, പക്ഷെ ഒരു എൻഡ് വന്നിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞു. എന്നാൽ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണോ ജീവിതം പോവുക? അല്ലല്ലോ, അതിനൊരു മുൻവിധിയില്ലേ നമ്മുടെ ജീവിതത്തിന്? ഇത് കർമ്മത്തിന്റെ ഗതികളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു മുൻപത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുന്ന എല്ലാം നടക്കണം എന്നില്ല. നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത ചില കാര്യങ്ങൾ നടക്കാതെയും വന്നേക്കാം, ചില കാര്യങ്ങളല്ല പല കാര്യങ്ങളും നടക്കാതെ വന്നേക്കാം. അതിൽ നമ്മൾ എന്തിനു വിഷമിക്കുന്നു? നമ്മൾ നല്ലൊരു വിഷ്വലൈസേഷൻ ചെയ്തു, നമ്മൾ നല്ലൊരു സങ്കല്പം രചിച്ചു. ആ സങ്കല്പം നല്ലതാണെങ്കിൽ അതിന് ഫലമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും, അതുപോലെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, നമ്മൾ രചിച്ചതൊരു നല്ല സങ്കല്പമല്ലേ? അതിന് ദോഷമൊന്നുമില്ലല്ലോ. നമ്മുടെ നല്ല സങ്കല്പങ്ങൾ രചിക്കാനുള്ള കഴിവ് വർദ്ധിച്ചില്ലേ ഈ പ്രാക്ടീസിലൂടെ? എന്തുകൊണ്ടാണ് പല സമയങ്ങളിലും നമ്മുടെ വിഷ്വലൈസേഷൻ പവർ ചീറ്റിപ്പോകുന്നതെന്ന് അറിയുമോ? അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കൊരു 1,00,000 രൂപ ലോട്ടറി അടിച്ചു. ഈ വിവരം അറിഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വീട്ടിലേക്ക് ഓടിപ്പോവായിരുന്നു. അപ്പോൾ അതേ വീട്ടില് പണ്ട് ഞാൻ അവിടെ ഇവിടെ നിന്നായിട്ട് 10,000 കടം വാങ്ങിയ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം എൻ്റെ വീട്ടിന് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് എനിക്ക് ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞിട്ട്. എന്താ സംഭവിച്ചത്? എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് അവർക്ക് കടം തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കാരണത്താൽ എൻ്റെ കയ്യിൽ പൈസ വന്ന ആ സമയത്ത് എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ പൂർവ്വ കർമ്മങ്ങളുടെ ഫലങ്ങൾ, ആ കടം കിടക്കുന്ന എനർജി എൻ്റെ വിഷ്വലൈസേഷൻ പവറിനെ പല സമയത്തും പിടിച്ചു വലിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ആ ശുദ്ധസങ്കല്പത്തിന്റെ ശക്തി ഞാൻ ഇതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള അശുദ്ധ സങ്കല്പത്തിന്റെ ശക്തിയിലേക്ക് ടാലിയാക്കി പോകും. ഇങ്ങനെ പലപ്പോഴും എന്റെ വിഷ്വലൈസേഷൻ പവർ നിഷ്പ്രഭമാവാൻ സാധ്യതയുണ്ട്. അത് എന്റെ മുൻകാലത്തെ ചിന്തകളുടെ ക്വാളിറ്റി എങ്ങനെയുള്ളതായിരുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിച്ചത്, അത് വളരെ തീക്ഷ്ണമായ നെഗറ്റീവ് എനർജി ഉള്ളതായിരുന്നെങ്കിൽ എന്റെ പല ശുഭസങ്കല്പങ്ങളുടെയും എനർജിയെ അത് ടാലിയാകാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം വലിക്കും. അപ്പൊ ഞാൻ എത്ര ശുഭം ചിന്തിച്ചാലും ചിലപ്പോൾ അശുഭങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ എന്റെ ശുഭസങ്കല്പ ശക്തിയെ ഞാൻ അതിനുവേണ്ടി കുറയ്ക്കേണ്ടതില്ല. എന്റെ ഗ്രേറ്റ് വിഷ്വലൈസേഷൻ പവർ ഞാൻ അതുകൊണ്ട് കുറയ്ക്കേണ്ടതില്ല. ഒരു വരണ്ട മണ്ണിലൂടെ വെള്ളം ഒഴുകി തുടങ്ങുകയാണെങ്കിൽ അതിന് കൂടുതൽ ദൂരം ഒഴുകിപ്പോവാൻ പറ്റില്ല. അപ്പോഴേക്കും വെള്ളത്തിന്റെ സോഴ്സ് കുറവാണെങ്കിൽ അത് വറ്റി വരണ്ട് അങ്ങനെ അവിടെ നിന്നു പോകും, അധിക ദൂരം പോവില്ല. അധിക ദൂരം ഒരു വരണ്ട ഭൂമിയിലൂടെ ജലം സഞ്ചരിക്കണമെങ്കിൽ പിറകിൽ നിന്ന് അതിന് സപ്പോർട്ടായിട്ട് ജലം വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് വരണ്ട ഒരു ഭൂമിയിൽ ഒരു നീർച്ചാല് ക്രിയേറ്റ് ആവുക. ഇതുപോലെ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപുണ്ടാക്കി വെച്ച ജീവിതത്തിന്റെ മെത്തേഡുകളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വരൾച്ച ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്ര ചൂടുള്ള ചിന്തകളാണ് നമ്മളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളതെങ്കിൽ, ഇപ്പൊ നൈർമല്യമുള്ള കുളിർമയുള്ള ചിന്തകൾ നമ്മൾ രചിക്കുന്ന സമയത്ത് ആ വരണ്ട ഭൂമിയിലൂടെ നമ്മുടെ സങ്കല്പം ഒഴുകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിന്റെ പ്രഭാവം കാണിക്കാൻ പറ്റില്ല, അതിങ്ങനെ വറ്റി വരണ്ടു പോകും. ഇതിനെന്താ സൊല്യൂഷൻ? വീണ്ടും 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 ശുഭസങ്കല്പങ്ങൾ. ഒരു വിഷയത്തിൽ ശുഭസങ്കല്പം ചീറ്റിപ്പോയാലും ഇനി അടുത്ത വിഷയത്തിൽ ഞാൻ ശുഭം ചിന്തിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ അടുത്ത വിഷയത്തിലും ശുഭസങ്കല്പത്തിന്റെ ശക്തി ഉപയോഗിക്കുക. ശുഭസങ്കല്പം വറ്റരുത്, അത് പിറകിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ ഈ ജലധാര ആ വരണ്ട ഭൂമിയിലൂടെ ഒഴുകാൻ തുടങ്ങും. അത്ര ശക്തി വേണം ജലത്തിന്. അതുപോലെ നമ്മുടെ സങ്കല്പത്തിന് അത്ര ശക്തി വേണം. ഇങ്ങനെ നമ്മുടെ ദിവസേന ശുഭസങ്കല്പം പ്രയോഗിക്കുന്ന ഒരു ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ശുഭസങ്കല്പങ്ങൾ, ഗ്രേറ്റ് വിഷ്വലൈസേഷൻസ്, നല്ല വിഷ്വലൈസേഷൻസ്, ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായി മാറും. മറ്റൊന്ന്, നല്ല ചിന്തകൾ എപ്പോഴും നമുക്ക് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യും. നല്ല മൂഡ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കൂടും. അത് മറ്റൊരു തലം. ഇനിയൊരു തലം, നല്ല ചിന്തകൾ രചിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും നല്ലതാവുന്നത് കാരണത്താൽ നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ നമുക്ക് കൊണ്ടു നടത്താൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ ശുഭചിന്തനം ചെയ്യുന്ന ഒരു സംസ്കാരം ഉള്ളവരായത് കാരണത്താൽ
നമ്മുടെ സമീപത്തുള്ള മറ്റുള്ള മനുഷ്യാത്മാക്കളുടെ ദുർഘടം പിടിച്ച ജീവിതാവസ്ഥകളെ കുറച്ചെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഇനി വലിയ ഗ്ലോബലായിട്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ പവറുള്ള വ്യക്തികൾ ഒരു പരിധിവരെ ശതമാനം ഈ ഭൂമിയിൽ ഉയർന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ മുഴുവനായിട്ടുള്ള പരിവർത്തനത്തിന് അവരുടെ ഒന്നുചേർന്നായിട്ടുള്ളൊരു സങ്കല്പം മതി. എപ്പോഴും ഈ ലോകത്തിന്റെ ഒരു അനുപാതം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു 5% ആളുകൾ വളരെ പരിവർത്തനാത്മകമായ ഒരു രീതിയിൽ ചിന്തിക്കാൻ തയ്യാറായാൽ, അവർ പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ബാക്കി 95% ആളുകളും അതിലേക്ക് ഒഴുകും. പക്ഷെ ഒരു ചോയ്സ് ഉണ്ട്, അത് നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ള ചോയ്സ്. ഇപ്പോ പൊതുവെ പല കാര്യങ്ങളിലും നോക്കൂ, ഉദാഹരണത്തിന് ദേഷ്യപ്പെടരുത് എന്നൊരു കാര്യം പറയുകയാണെന്ന് ഇരിക്കട്ടെ. അതിനിപ്പോ എന്താ, എല്ലാവരും ദേഷ്യപ്പെടുന്നില്ലേ? ദേഷ്യപ്പെടല് പൊതുവെ കാണപ്പെടുന്ന ഒരു സംസ്കാരമില്ല, അതിനിപ്പോ നമ്മളെന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ശരി, ദേഷ്യപ്പെടാത്ത ഒരു സമൂഹം ഈ ഭൂമിയിൽ ഭാവിയിൽ ഉണ്ടാവുകയാണ്. ചിന്തിക്കൂ അങ്ങനെ. ആ സമൂഹം ഉണ്ടാകാൻ കാരണമായ കുറച്ചുപേരിൽ ഒരാൾ ഞാനായിരുന്നുവെങ്കിൽ അതെന്റെ എത്ര വലിയൊരു ക്രെഡിറ്റാ, ചിന്തിച്ചു നോക്കൂ. ഒരു കാലത്ത് എല്ലാവരുടെയും പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടാവും, പുറത്തിറങ്ങി കഴിഞ്ഞാൽ വല്ല STD ബൂത്തിൽ പോകേണ്ടി വന്നേനെ. ഇന്ന് എല്ലാവരുടെയും പോക്കറ്റിൽ മൊബൈൽ ഫോണാണ്. ഇന്നൊരാളുടെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ കാണുമ്പോൾ ആർക്കും വലിയ ആശ്ചര്യമൊന്നുമില്ല. എന്നാൽ ഒരു 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഒരാളുടെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഒരു ക്രെഡിറ്റ് എന്താ, ജനങ്ങളുടെ ഇടയിൽ അയാളുടെ ഒരു നിലയും വില എന്തായിരുന്നു, ചിന്തിച്ചു നോക്കൂ. ആദ്യം ചൂസ് ചെയ്ത ആള്, ഒരു ചേഞ്ച് ലൈഫിലേക്ക് ആദ്യം ചൂസ് ചെയ്ത ആള്, ഒരു ഫാഷൻ ഡ്രസ്സ് ഇറങ്ങിയെന്നിരിക്കട്ടെ, ആ ഡ്രസ്സിനെ ആദ്യം സമൂഹത്തിൽ അണിഞ്ഞു നടക്കുന്ന ആളുകൾ എത്ര ശ്രദ്ധേയനാവും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് സർവ്വസാധാരണമാവും. ഇതുപോലെ ഒരു പോസിറ്റീവ് ചിന്താശേഷി, വിഷ്വലൈസേഷൻ പവർ, ഒരു പോസിറ്റീവ് ലിവിങ് സ്റ്റൈൽ, ഇത് എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയല്ല. അതിൽ കാര്യമില്ല, എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും, നോർമലാണത്. പക്ഷെ ആരും ഏറ്റെടുക്കാത്ത ഈ ടാസ്കിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രസകരമായ സംഭവം. ഇങ്ങനെയുള്ള പോസിറ്റീവ് വിഷ്വലൈസേഷൻ പവറാണ് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് തിങ്കിങ് ആണ് തിങ്കിങ് അബൌട്ട് ദ സെൽഫ്, അവനവനെ കുറിച്ചുള്ള ചിന്ത. ഇത് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയാൻ പാടില്ല. അത് അവനവനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളതല്ല. ഞാൻ ആര് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഇതാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രം. ഞാൻ ആര്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ എവിടെന്നാ വന്നത്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഇത്തരം ചിന്തകൾ, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക, ഇതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ധ്യാനം എന്നത് ഏറ്റവും വലിയ, ഏറ്റവും ഗഹനമായ ചിന്തനമാണ്, വിഷ്വലൈസേഷനാണ്. കാരണം എനിക്ക് എന്നെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എന്നെ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ഈശ്വരനെ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ആ കാർട്ടൂണിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ. ഇപ്പൊ കാർട്ടൂണുകളിൽ ആ രൂപങ്ങൾ കാണാനുള്ളത് കാരണത്താൽ കുട്ടിയുടെ വിഷ്വലൈസേഷൻ പവർ കുറയുകയാണ്. മുമ്പ് കാണാനില്ലായിരുന്നു, തന്റെ മനസ്സിൽ സങ്കല്പിക്കണം, ധ്യാനിക്കണം ആ രൂപങ്ങളെ. അപ്പൊ കുട്ടിയുടെ കോൺസെൻട്രേഷനും വിഷ്വലൈസേഷനും കൂടുതലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ആരാധനയുടെ കാര്യത്തിലും. ഈശ്വരനെ നമ്മളൊരു രൂപം കൊടുത്ത് ആ രൂപത്തിനെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ കാർട്ടൂൺ കാണുന്ന പോലെയായി. എന്താ വെച്ചാൽ ഒരു രൂപമുണ്ട് നമുക്ക് കാണാൻ, അതുകൊണ്ട് നമ്മുടെ വിഷ്വലൈസേഷൻ പവർ വർദ്ധിക്കുന്നില്ല. എന്നാൽ എപ്പോഴാണോ നമ്മൾ ധ്യാനത്തിലേക്ക് വരുന്നത്, ധ്യാനിക്കുന്ന സമയത്ത് ഈശ്വരന്റെ ഒരു രൂപവും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈശ്വരൻ ഒരു തേജസ്സാണ്, ജ്യോതിസാണ്, ഇതും നമ്മൾ തിരിച്ചറിയുന്നു. അപ്പൊ നമുക്ക് വെക്കാൻ ഒരു രൂപം ഇല്ലാതെ, വെക്കുകയാണെങ്കിൽ തന്നെ ഒരു ജ്യോതിസിന്റെ രൂപമേ വെക്കാനുള്ളൂ, അതും വെക്കുന്നില്ല. അത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ധ്യാനം എപ്പോഴും മറ്റുള്ള എല്ലാതരം ഈശ്വര ആരാധനകളെക്കാളും ഉയരാൻ കാരണം എന്തെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും നമ്മുടെ മനസ്സിന്റെ വിഷ്വലൈസേഷൻ പവർ കൊണ്ട് ചെയ്യുന്നതാണ്. മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനായി മനസ്സിനകത്തുള്ള സങ്കല്പശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരനെ ഞാൻ സാക്ഷാത്കരിക്കുന്നു, ഈശ്വരനെ തന്റെ കൺമുന്നിൽ അനുഭവിക്കുന്നു, ഈശ്വരനോട് സംസാരിക്കുന്നു, ഈശ്വരനെ കാണുന്നു, ഈശ്വരന്റെ സാമീപ്യം അനുഭവിക്കുന്നു. എങ്ങനെയാണോ ഒരു തീക്കുണ്ടത്തിന്റെ അടുത്തിരിക്കുമ്പോൾ ആ ചൂട് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണോ ഒരു ഐസിന്റെ അടുത്തിരിക്കുമ്പോൾ ആ തണുപ്പ് ഫീൽ ചെയ്യുന്നത്, ഇതുപോലെ
ഈശ്വരനെ അനുഭവിക്കുന്നു, ആ ഗുണങ്ങളുടെ കേദാരത്തെ അനുഭവിക്കുന്നു. ഇതെല്ലാം വിഷ്വലൈസേഷൻ കപ്പാസിറ്റി നമുക്ക് വർദ്ധിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. അപ്പൊ നമ്മുടെ ധ്യാനത്തിന്റെ ശക്തി അത് കൂടണമെങ്കിൽ പോലും നമ്മൾ പകൽ മുഴുവനും ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം, ഈ വിഷ്വലൈസേഷൻ പവർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നെഗറ്റീവായി ഒരിക്കലും ചിലവിടാതിരിക്കുക. ഈ ഒരു സമവാക്യം ഓർമ്മിച്ചോളൂ. ഈച്ച് നെഗറ്റീവ് തോട്ട്സ് ആർ കൺസ്യൂമിങ് ദ എനർജി ആൻഡ് ഈച്ച് പോസിറ്റീവ് തോട്ട്സ് ആർ പ്രൊഡ്യൂസിങ് ദ എനർജി. ഓരോ നെഗറ്റീവ് ചിന്തകളും നമ്മളിലെ എനർജി കൺസ്യൂം ചെയ്യണം, ഉപയോഗിക്കുകയാണ്, നമ്മളെ ക്ഷയിപ്പിക്കുകയാണ്. ഓരോ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് ചിന്തകളും നമുക്ക് എനർജി ഉണ്ടാക്കി തരികയാണ്. അപ്പം നമുക്ക് എനർജറ്റിക് ആയിരിക്കുവാൻ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാത്തിലുമായി എനർജി കീപ്പ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചിന്തകളായിരിക്കണം. ഞാൻ എന്തിനാ പോസിറ്റീവ് ചിന്തിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ക്ഷമ ഒരു പോസിറ്റീവ് ഗുണമാണ്. ക്ഷമ. ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത്? ഒരാളൊരു തെറ്റ് ചെയ്തു, ഞാൻ അയാളോട് ക്ഷമിച്ചു. എന്തിനാ ക്ഷമിക്കുന്നത്? ആ ആളൊരു തെറ്റ് ചെയ്തിട്ടും ഞാൻ അയാളോട് ക്ഷമിക്കുന്നത് ഞാൻ ആ തെറ്റ് ചെയ്ത ആളോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ക്ഷമിക്കുന്നത് അയാളോടൊരു ഔദാര്യം കാണിക്കലല്ല. ഞാൻ ക്ഷമിക്കുന്നത് അയാൾക്ക് വേണ്ടിയേ അല്ല, ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് വേണ്ടിയാ. അയാൾ ചെയ്ത തെറ്റ് അത് കണ്ടു, ഞാൻ എൻ്റെ കൺമുന്നിലാണ് ചെയ്തത്, എന്നെ അത് ബാധിക്കരുത്. അയാൾ ചെയ്ത തെറ്റ് ഇനി എന്നേക്കുമായി എൻ്റെ തലയിൽ ഞാൻ ഏറ്റി നടക്കാൻ പാടില്ല. അയ്യോ, അയാൾ ഇങ്ങനെ ചെയ്തല്ലോ. ഈ ചിന്ത എൻ്റെ തലയിൽ സ്ഥിരമായി പെർമനൻ്റായി കയറിക്കൂടരുത്. ആ ഒരു നെഗറ്റീവ് ദൃശ്യം അത് എൻ്റെ ഉള്ളിൽ കയറിക്കൂടാതിരിക്കണമെങ്കിൽ ഞാൻ അയാളെ അപ്പം തന്നെ ക്ഷമിച്ചേക്കണം. എന്നാൽ പിന്നെ അത് എൻ്റെ മേലെ കൂടില്ല. ഞാൻ ക്ഷമിക്കുന്ന അപ്പം എന്തിനാ? എന്നെ സേഫാക്കി വെക്കാനാ. ചില ആളുകൾക്ക് ക്ഷമിക്കാൻ അറിയില്ല, അവർ പക പേറിക്കൊണ്ട് നടക്കും. അവൻ എന്നെ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്, തഞ്ചം കിട്ടിയ ഞാൻ തിരിച്ചു ചെയ്യും. ഇത് വലിയൊരു വിഡ്ഢിത്തരാണ്. നമ്മുടെ പോസിറ്റീവ് വിഷ്വലൈസേഷൻ പവറിനെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ് ഈ പക കൊണ്ടു നടക്കൽ, പകരം വീട്ടാൻ കൊണ്ടു നടക്കൽ മനസ്സിനകത്ത്. ഞാൻ 8 വർഷമായിട്ട് മറന്നിട്ടില്ല എന്നൊക്കെ പറയും. വലിയ കാര്യമെന്ന വിചാരം. നോക്കൂ, ഇതിനെ ഞാൻ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. എന്നെ 10 വർഷം മുമ്പ് ഒരാൾ ചാണകം വാരി എറിഞ്ഞു. എനിക്കത് താങ്ങാൻ പറ്റിയില്ല. തിരിച്ച് ചാണകം വാരി അങ്ങോട്ട് എറിയണമെന്നുണ്ടായിരുന്നോ? പക്ഷെ അപ്പം പറ്റിയില്ല. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടുമില്ല. എന്നെങ്കിലും കണ്ടാൽ ഞാൻ അയാളെ ചാണകം വാരി എറിയും. പക്ഷെ അപ്പം വാരാൻ ചാണകമില്ലെങ്കിലോ? അത് കാരണത്താൽ അയാളെ എന്നെങ്കിലും കണ്ടാലോ എന്ന് കരുതി ഞാൻ 10 വർഷമായിട്ട് എൻ്റെ മടിക്കുത്തിൽ എന്നും കുറച്ച് ചാണകം വാരിക്കട്ടിയിട്ട് കൊണ്ടു നടക്കുകയാണ്. 10 വർഷമായിട്ട്. ഒരു നിമിഷത്തിൽ അയാളെ എറിഞ്ഞ് കലി തീർക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ എത്ര വർഷം അത് ഏറ്റി നടന്നു. ഒരു നിമിഷമേ അയാളുടെ ശരീരത്തിൽ ആ ചാണകം പറ്റൂ. പക്ഷെ എത്ര ദിവസമായി ഞാൻ ആ ചാണകം ഏറ്റി നടക്കുന്നു. ഇതുപോലെയല്ലേ ഒരാളോട് ഒരു നേരം പക വീട്ടാനുള്ള ആ ഒരു മനോഭാവത്തെ ഏറ്റി നടക്കുന്ന എൻ്റെ അവസ്ഥ? എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആവാൻ കഴിയും? അതുകൊണ്ട് പോസിറ്റീവ് ആകണമെങ്കിൽ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ നമുക്കുണ്ടാവണമെങ്കിൽ ഇത്തരം നെഗറ്റീവ് സാധനങ്ങൾ ഏറ്റി നടക്കരുത്. കേൾവിയിലൂടെ കിട്ടിയാലും കളയണം, കാഴ്ചയിലൂടെ കിട്ടിയാലും കളയണം, അനുഭവത്തിലൂടെ കിട്ടിയാലും കളയണം. ഏറ്റി നടക്കരുത്. ഒരാളുടെയും വേസ്റ്റിനെ നമ്മൾ ഏറ്റി നടക്കരുത്. ഏതോ ഒരാൾ ഒരു ദുർബല നിമിഷത്തിൽ അയാളിൽ നിന്ന് ഒരു ദുർബല സംസ്കാരം പുറത്തേക്ക് ചാടി. അതൊരു ദുഷ്ടകർമ്മമായിട്ട്, ഒരു അബദ്ധമായിട്ട് വന്നു. അത് ചിലപ്പോൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നതായേക്കാം. പക്ഷെ അയാളുടെ ഉള്ളിൽ നിന്ന് അന്ന് പുറത്തു ചാടിയ ആ വിസർജനത്തെ നമ്മൾ എന്നേക്കുമായി തലയിലേറ്റി നടന്നാൽ എങ്ങനെയുണ്ടാവും? അയാളുടെ കുപ്പയെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കലായില്ലേ? ഉടനടി നമുക്കൊരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ അവിടെ ചെയ്തുകൂടെ? പാവം, ദുർബലനായതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്? കുറച്ച് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. ഞാൻ ഇത്തിരി ശക്തി കൊടുക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി ശക്തനായിത്തീരുന്നതായും ഇനിമേലിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയില്ല, എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോഴത്തെ ശക്തി നിറച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കാം. പകരം തലേ കൈവച്ച് ഇയാൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലല്ലോ ഭഗവാൻ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്കൊരു നല്ല ബുദ്ധി ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യുക? ഇത്തരത്തിൽ ശാപമല്ല നമ്മളിൽ നിന്ന് പോകേണ്ടത്. നമ്മൾ അദ്ദേഹത്തിന്, ഒരു മുടന്തനായ ആൾ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, അയാൾക്ക് നമ്മുടെ സ്പീഡിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അയാൾക്ക് ഒരു കൈ സഹായമല്ലേ കൊടുക്കേണ്ടത്? അയാളെ പഴിക്കുകയല്ലോ. ഇതുപോലെ മാനസികമായ മുടന്തുള്ള ഒരു വ്യക്തി കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾക്ക് നമ്മുടെ സഹായമാണ് ആവശ്യം, നമ്മുടെ ശാപമല്ല.
അവിടെ പോസിറ്റീവ് വിഷ്വലൈസേഷനാണ് ആവശ്യം ആ വ്യക്തിയെ പ്രതി. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കപ്പാസിറ്റി കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ കപ്പാസിറ്റിയെ ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തുണ്ടാക്കി കൊടുക്കണം. ഞാൻ ദാനം ചെയ്യണം ആ കപ്പാസിറ്റിയെ. അതിന് നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടേ? നമ്മുടെ കയ്യിൽ ഇതെങ്ങനെ ഉണ്ടാവും? ഇരുന്ന് അഭ്യസിക്കണം, നടന്ന് അഭ്യസിക്കണം, കാണുന്നിടത്തൊക്കെ അഭ്യസിക്കണം. എങ്ങനെ ഗ്രേറ്റ് വിഷ്വലൈസേഷൻ ചെയ്യും? ഞാൻ എന്നെക്കുറിച്ചൊരു വലിയ വിഷ്വലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. ഞാൻ സാധാരണമല്ല. ഐ ആം നോട്ട് ഓർഡിനറി, ഐ ആം സംതിങ് സ്പെഷ്യൽ. എനിക്ക് സ്പെഷ്യലായി എന്തെങ്കിലും ചെയ്യണം. എനിക്ക് സ്പെഷ്യലായിട്ട് ജീവിക്കണം, ഓർഡിനറി ആയിട്ട് ജീവിക്കരുത്. എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടായിരിക്കണം. ഒരു അസാധാരണമായ ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമേ അസാധാരണ സങ്കല്പങ്ങൾ ഉണ്ടാവൂ. സാധാരണ മനുഷ്യൻ എപ്പോഴും സാധാരണ സങ്കല്പമേ ഉണ്ടാവൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ അസാധാരണമാണ്, സാധാരണമല്ല. എന്നിൽ എത്രയോ വിശേഷതകളുണ്ട്, പക്ഷെ എനിക്കത് ഉപയോഗിക്കണം. എല്ലാവരിലും ഉണ്ട് കേട്ടോ, പക്ഷെ ആരതിനെ ഉപയോഗിക്കുന്നോ അവർക്കേ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാവരും തൻ്റെ വിഷ്വലൈസേഷൻ പവർ നന്നായി യൂസ് ചെയ്യുക. അതിനുവേണ്ടി ധ്യാനത്തെ ഉപയോഗിക്കുക. പറഞ്ഞ പോലെ 5 ഉപകാരങ്ങൾ അതുകൊണ്ട് നമുക്കുണ്ടാകും. അത് മറക്കാതിരിക്കുക. ഓം ശാന്തി.